അപ്പൊ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഉണ്ണി വീണ്ടും എത്തിയിട്ടാ. ആർക്കും കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പോണു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെങ്കിൽ ഒരു ചിക്കൻ റോളിന്റെ റെസിപ്പിയാണ്. കുറെ പേര് മമ്മി തുടക്കത്തിൽ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ റോൾ കാണിച്ചോളൂ എന്ന് പറഞ്ഞിരുന്നു. അന്നൊന്നും എനിക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഇപ്പൊ ഈ അടുത്ത് 1-2 പേര് എന്നെ വീണ്ടും വിളിച്ച് പറഞ്ഞു മമ്മി അതൊന്ന് കാണിക്കുന്നു പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ചിക്കൻ റോൾ ചെയ്യാന്ന് വിചാരിച്ചത്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ബേക്കറി സ്റ്റൈലിൽ തന്നെ ഒരു അടിപൊളി ചിക്കൻ റോളാണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പം ആദ്യം തന്നെ ഒരു ചട്ടി ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം, വലിയ ജീരകമാണ് മമ്മിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിട്ടതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മൂത്ത് വരണം. ഇനി 2 സബോള പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാതും നല്ലപോലെ വഴറ്റിയെടുക്കാം. 2 ഇതള് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വാടി വരണം. നന്നായിട്ട് നമുക്കിതൊന്ന് കുഴഞ്ഞ് കിട്ടും. നമ്മൾ സബോള വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാനായിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മമ്മി ഇത് 1 ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ദോശ പോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരുപാട് കട്ടി വേണ്ട, അതുപോലെ തന്നെ ഒരുപാട് വലുപ്പവും വേണ്ട. നമ്മുടെ പാകത്തിന് നമുക്ക് എത്രയാണ് വലുപ്പം ഉദ്ദേശിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആ വലുപ്പത്തിലുള്ള ദോശ റെഡിയാക്കിയാൽ മതി. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കട്ടകളൊന്നുമില്ലാണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ കളിക്കതിന് ശേഷം മിക്സിയിലൊന്ന് അരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കട്ടകൾ ഉണ്ടാവാൻ പാടില്ല, അത്രയ്ക്കേ ഉള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ വിസ്ക് വെച്ച് ചെയ്യണത് കാരണം നമുക്ക് ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഇത്ര കട്ടിയല്ല, നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ ലൂസ് വേണം. ഒരുപാട് കട്ടിയിൽ നമ്മൾ ദോശ ചുട്ടെടുത്താൽ നമ്മൾ ഇത് വെച്ച് റോൾ ചെയ്തെടുക്കുമ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കനം കുറച്ചിട്ട് നമ്മളിത് മാവ് കലക്കി എടുക്കണത് കണ്ട ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമുക്ക് ഒരെണ്ണം ഒഴിച്ച് നോക്കിയതിന് ശേഷം ഒരുപാട് കട്ടി തോന്നിക്കുകയാണെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല പൊടി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഒരല്പം ചേർത്താൽ നല്ലതാണ്. മമ്മിയുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല, തീർന്നു പോയി. അപ്പോൾ നിങ്ങൾക്കത് ഓർത്തിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനിയിപ്പോൾ ചേർത്തില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പെരിഞ്ജീരകം പൊട്ടിച്ചു, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പൊടികളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് എരിവ് വേണ്ട കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി, മുളക് പൊടിയൊക്കെ നിങ്ങൾ നോക്കിയിട്ട്, അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ എത്ര എരിവ് തോന്നിക്കില്ല. എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. നല്ലപോലെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം. സമയത്ത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഒരു 250 ഗ്രാം ചിക്കൻ, എല്ലില്ലാത്ത ചിക്കനാണ്. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞളും കൂടിയിട്ട് ചേർത്ത് വേവിച്ച് മമ്മി ചെറിയ പീസുകളാക്കി കട്ടാക്കി എടുത്തിരിക്കണതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുത്താലും കുഴപ്പമില്ല.
മമ്മി ഇത് ഉടഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറിയ പീസുകളാക്കിയിരിക്കുകയാണ്. അപ്പം അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ചിക്കൻ റോളിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാറ്റർ വെച്ചിട്ട് നമുക്ക് ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് ദോശ തവ വെച്ചിട്ടുണ്ട് മമ്മി. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഒരുപാട് കനത്തിൽ ഒഴിക്കേണ്ട കേട്ടോ. നന്നായിട്ട് കനം കുറച്ച് പരുത്താം. നല്ല പോലെ കനം കുറച്ച് പരത്തിയെടുത്തോളൂ. അതുപോലെ തന്നെ ഈ ദോശയുടെ ബാറ്റർ ഒഴിക്കുമ്പോൾ നമ്മൾ ഈ ദോശ തവ ഒരുപാട് ചൂടായി പോകരുത്. ചൂടായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ നൈസായിട്ട് പരത്താൻ പറ്റില്ല, ഒട്ടിപ്പിടിക്കും. പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മൊരിഞ്ഞ് പോകേണ്ട കാര്യമില്ല. അത് ഒന്ന് മൊരിഞ്ഞ് സൈഡൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിടാം. വല്ലാണ്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കത് വിചാരിച്ച പോലെ റോൾ ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇത്രയ്ക്കേ വേണ്ടൂ. നമുക്കിപ്പോൾ തന്നെ ഇതെടുത്ത് ഒന്ന് തിരിച്ചിടാം കേട്ടോ. തിരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ എപ്പോഴും രണ്ട് സൈഡും ഒന്ന് തിരിച്ചിട്ട് അപ്പം തന്നെ നമുക്ക് എടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ദോശയും ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ റോള് റെഡിയാക്കാം. അതിക്ക് മുൻപ് ആ റോളൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കിയില്ലേ, ദോശയ്ക്ക് ഒരു ബാറ്റർ തയ്യാറാക്കിയില്ലേ, അതിൻ്റെ ബാക്കിയുള്ളതാണ്. അതിലേക്ക് തന്നെ മമ്മി ഒരു മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ദോശയുടെ മാവ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് മൈദയും ഒരു മുട്ടയും കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഇതുപോലെ കലക്കിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ദോശയ്ക്ക് ആദ്യം തന്നെ മാവ് കലക്കിയപ്പോൾ ഒരല്പം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതൊന്ന് സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് കുറച്ചൊരു ബാറ്റർ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് കുറേശ്ശെ, ഒരുപാട് വേണ്ട, കുറേശ്ശെ ഒന്ന് പരട്ടി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം നനച്ച് കൊടുത്താലും ഇത് ഒട്ടി കിട്ടും. ഇത് നമ്മൾ വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്യണത്. ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ച മസാല കുറേശ്ശെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ സൈഡിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുത്തോളൂ. നമുക്ക് എത്ര മസാല വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇനി ആദ്യം തന്നെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതൊന്നിങ്ങനെ മടക്കുക. നല്ല ടൈറ്റിൽ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം ഈ രണ്ട് സൈഡും ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. നല്ല ടൈറ്റിൽ പിടിച്ചിട്ട് നമ്മൾ ഇത് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ എല്ലാ ദോശയും നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ റോളുകളും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത്, ഇതിനകത്ത് നമ്മൾ മസാല വെച്ച് ഫില്ല് ചെയ്ത് റോൾ ചെയ്ത് എടുത്തതാണ്. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചില്ലേ മുട്ടയും നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന ദോശമാവിലേക്കാണ് മമ്മി മുട്ടയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കലക്കി വെച്ചത്. ഇതിലേക്ക് നമ്മളിത് നന്നായിട്ട് മുക്കിയെടുക്കണം. നല്ല പോലെ ഇത് നനയണം. ഇനി ഇത് റൊട്ടിപ്പൊടിയാണ്. നിങ്ങൾക്ക് റൊട്ടിപ്പൊടി കിട്ടാനില്ലെങ്കിൽ നമ്മുടെ സാധാരണ ബ്രെഡ് ഒന്ന് മിക്സിയിൽ, റസ്ക് പറ്റുമോ? റസ്ക് ആയാലും പറ്റും. അതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. ഈ ബ്രെഡും അതെ നമുക്ക് അതിലേക്ക് അടിപൊളിയായിട്ട് നന്നായിട്ട് ഇതിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡും ഒരുപോലെ ആവണം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി മീനകത്ത് മുക്കിയിട്ട് ഇതുപോലെ വീണ്ടും റൊട്ടിപ്പൊടിയിൽ തന്നെ മുക്കിയെടുക്കാം കേട്ടോ. മമ്മി ഇപ്പം അങ്ങനെ ചെയ്യണില്ല, ഒരൊറ്റ തവണ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം നമുക്കിതുപോലെ ഈ ബ്രെഡ് ക്രംസിൽ ഇതിനകത്ത് മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുക.
എടുത്തിട്ടുണ്ട്, മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ മൊരിക്കാനായിട്ട് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് മുങ്ങിക്കെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ വേണം. അപ്പോൾ അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചോളാം. അതുപോലെ എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. അതല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ചുവന്ന് കരിഞ്ഞ പോലെ ടേസ്റ്റ് വരും. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ എണ്ണ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് മൊരിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മളിത് സംഭവങ്ങളൊക്കെ വെന്തതാണ്. നമ്മുടെ ഉള്ളിലത്തെ മസാല, പിന്നെ പുറമത്തെ ആ ബാറ്റർ ഒക്കെ നമ്മൾ വേവിച്ചെടുത്തതാണ്. അപ്പോൾ വളരെ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ മൊരിച്ചെടുക്കാം. ഇവിടെ റോള് ഒരുവിധം നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. വല്ലാണ്ട് അങ്ങോട്ട് ചുവന്ന് പോകേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് മാറ്റാം. കണ്ട നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കളർ തന്നെയേ വേണ്ടൂ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പിള്ളേർക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തോളൂ.